അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഒരു ന്യൂ ഇയറിലേക്കാണ് കടന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു റീസെറ്റ് ന്യൂ ഇയർ വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ ആയിരുന്നു, ഡിസംബർ 31. അപ്പോൾ ഒരു പുതിയ വർഷത്തേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എല്ലാതും ഒന്ന് ക്ലീൻ ആക്കി ഓർഗനൈസ് ആക്കി ഒരു പുതിയ ഇയറിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേലെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഷെൽഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഈ ടേബിളിൻ്റെ മേലെ വൈറ്റ് വാൾ സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. പക്ഷെ ഇപ്പം തോന്നുകയാണ് ഒട്ടിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. കാരണം നല്ലോണം ചളിയാണ്, വേഗം അടുത്ത് അറിയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ടേബിൾ സ്പേസ് ഇല്ല. അപ്പം ടാബ് വെച്ച് കഴിഞ്ഞാൽ ബുക്കൊന്നും നല്ലപോലെ വെക്കാനും കഴിയണില്ല. അപ്പോൾ ഈ ഒരു ഇയറിൽ പുതിയ ടേബിൾ മേടിച്ചാലോ എന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേതാ ടാബ്, ഐപാഡാണോ എന്നൊക്കെ. ഇത് റെഡ്മി പാഡ് SE ആണ്. ഇത് കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്കായിട്ട് തന്നെ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഇത് മേടിക്കുമ്പോൾ 13,000-14,000 എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. 128 GB ഉണ്ട്, 4 RAM ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാണിച്ചു തരാം. അപ്പം 1 ഇയർ ആവാനായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ടു. ഇനി അടുത്ത ചെയ്യുന്നത് ടാബിലായാലും ഫോണിലായാലും കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രിസ്തുമസ് ആയപ്പോൾ എന്തായാലും വിചാരിച്ചായിരുന്നു കേക്ക് കട്ട് ചെയ്യണമെന്ന്. പക്ഷെ അത് പ്ലം കേക്കിൽ ഒതുക്കി. അപ്പോൾ എന്തായാലും ന്യൂ ഇയറിന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഡ്രീം കേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ഞാൻ തലേ ദിവസം നൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയർ ഇതേപോലെ കൊടുത്തു. സെക്കൻഡ് ലെയറിൻ്റെ ക്രീമിലും ചോക്ലേറ്റ് ആക്കിയിട്ടാണ് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കട്ട് ചെയ്യുമ്പം കാണാം. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നൈറ്റൊക്കെ ആയിട്ടുണ്ടാവും. സെറ്റാഫിലിൻ്റെ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പിന്നെ നൈറ്റ് നൂഡിൽസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തിന്നുകൊണ്ട് തന്നെ ഞാനൊരു ഫിലിമും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2026 കടക്കുന്നതിന് മുന്നേ 2025 മെമ്മറീസൊക്കെ വെച്ചിട്ട് ഒരു ജേണൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആവാൻ നേരത്താണ് ഇരുന്നുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിലിമും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ജേണൽ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒട്ടിക്കാൻ ഒരു സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു പേപ്പറിൽ. എന്നിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് ചെയ്ത് ഒരു ഹാഫൊക്കെ ആയപ്പം തന്നെ 12 o'clock ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നോക്കി നിന്ന് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് തമിഴിൽ കണ്ട പോലത്തെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വർക്കിലേക്ക് തന്നെ പോന്നു. ഇപ്പോൾ കുറേ കമൻറ്റ്സ് വരാറുണ്ട്, നല്ല രസമുണ്ട് വീഡിയോസ്, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ് വായിക്കാനും അതേപോലെ തന്നെ റിപ്ലൈ തരാനും. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഒരു 12:45 ആയപ്പോൾ ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീച്ച് കഴിഞ്ഞിട്ട് നേരെ ജേണലിൻ്റെ ബാക്കി ചെയ്യാനാണ് പോയത്. പിന്നെ ബാക്കി ഭാഗത്ത് സ്റ്റിക്കറും കോഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഒരു ന്യൂ ഇയർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.